കോതമംഗലത്ത് ബസ് സ്റ്റാൻഡ് വികസനത്തിന് തടസ്സമായി മുനിസിപ്പൽ അധികൃതർ തന്നെ കെട്ടിടം നിർമ്മിക്കുന്നതായി പരാതി. സിവിൽ സ്റ്റേഷനിലേക്കും മാർത്തോമ ചെറിയ പള്ളിയിലേക്കുമുള്ള വഴി അടച്ചാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പരാതി. പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് പാർട്ടി. കോതമംഗലം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന ആരോപണം. ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിൽ രാത്രിയുടെ മറവിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാവിയിൽ വലിയ വിനയാകുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് ഒരേ സമയം ബസ്സുകൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഇത് തടസ്സമായി മാറും. KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന ഏക ബസ് സ്റ്റാൻഡ് എന്ന പ്രത്യേകതയും ഇതിനുണ്ടെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മാത്രമല്ല, തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിലേക്കുള്ള പ്രവേശന കവാടത്തിനും ഇത് തടസ്സമായി മാറും. ഇതോടൊപ്പം കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി പൂർത്തിയാകുമ്പോൾ തൊട്ട് പരിസരത്തുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ നിലനിൽപ്പും അപകടത്തിലാകുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഇത് കോതമംഗലം ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡാണ്. ഇത് മുനിസിപ്പാലിറ്റിയിലെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ പഴയ കാലത്ത് ഇവിടെ 2 ബിൽഡിങ്ങായിട്ട് 12 റൂമുകളുണ്ടായിരുന്നു. അത് മുനിസിപ്പാലിറ്റി അധികൃതർ അത് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിൽ സ്ഥല സൗകര്യം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പൊളിച്ച് കളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവിടെ ഒരു ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിക്ക് തറക്കല്ലിട്ടു. പക്ഷേ ഇവിടുത്തെ പാസഞ്ചർ അസോസിയേഷൻ, അതുപോലെ ഇവിടുത്തെ മർച്ചൻ്റ് അസോസിയേഷൻ, ഇവിടുത്തെ പൊതുജനങ്ങൾ കൂടി ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡ് അകത്ത് പറ്റില്ല, കാരണം ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് വികസനത്തിന് തുരങ്കം വയ്ക്കും എന്ന് പറഞ്ഞതിൻ്റെ ഇതിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആ പ്രവർത്തനം അതിൻ്റെ പണി പുറത്ത് പോയി. ഇപ്പോൾ പുറത്ത് പണിത് അവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ അതിനുശേഷം ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ വന്നു. അത് വികസനത്തിൻ്റെ ഭാഗമായതിൻ്റെ പേരിൽ ജനങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ ബസ്സുകൾ കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി വരികയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന വഴിയാണത്. അതിന് ചേർന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. അതിന് ചേർന്ന് കേരളത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ ഹൈറേഞ്ച് ബസ്, KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും അടുപ്പിച്ചുള്ള സ്ഥലമുള്ളത്. എന്നാൽ ഇതിനെല്ലാം തുരങ്കം വയ്ക്കുന്ന, ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിന് തുരങ്കം വയ്ക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു പേ ആൻഡ് പാർക്കിങ് പണി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേ ആൻഡ് പാർക്കിങ് നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഈ സ്റ്റാൻഡിൻ്റെ അകത്ത് പണിയുമ്പോൾ സ്റ്റാൻഡിൻ്റെ അകത്ത് പ്രൈവറ്റ് ബസ്സുകൾ കൂടി ഇപ്പോൾ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാകും. കാരണം ഇപ്പോൾ പുതിയ SI ഒക്കെ വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടികൾക്കും നിയമപോരാട്ടത്തിനും പാർട്ടി ഒരുങ്ങുകയാണെന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കളായ വിജോയ് പുളിക്കൽ, സാബു കുരിശെങ്കൽ, ലാലു മാത്യു എന്നിവർ പറഞ്ഞു.